പ്രാവിന് സോറി പാട്ട് മാറിപ്പോയി. വെണ്ണീല കൊമ്പിലെ അയ്യോ അതും മാറിപ്പോയി. സോറി. ബംഗളൂട്ടി ഭാഷ ഇങ്ങനെ തുളുപ്പി തുളുമ്പി നടക്കുകയാണ്. അയ്യോ എനിക്ക് കാണാൻ വയ്യ, സത്യമായിട്ട് കാണാൻ വയ്യ. ഭയങ്കര ക്രിഞ്ച് അടിക്കുന്നുണ്ട്. നല്ല 5 പൈസയില്ലാത്ത കോമ്പ് പോയി സത്യം. നിങ്ങൾ എന്നെ വിചാരിക്കോ എനിക്ക് വേറെ ഒരു പണിയില്ല, എന്നിട്ട് എന്റെ ഭർത്താവിനെ ആദ്യം ഞാൻ എന്തെങ്കിലും ഭർത്താവിന്റെ ട്രോൾ എന്ന് പറയുമ്പോൾ എന്നെ ചെയ്ത് പറയും സ്വന്തം ഭർത്താവിന്റെ ട്രോൾ ആണെങ്കിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല. ഞാൻ എന്റെ കണ്ട കാര്യം തന്നെയാണ് പറയുന്നത്. സായിനോട് ഞാനോട് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു. അതായത് എനിക്ക് വേറെ ആരെയും കാര്യങ്ങൾ കേട്ടിട്ട് പറയാനുള്ള അതൊന്നും എനിക്കില്ല. ഞാൻ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞത് എനിക്ക് നേരിട്ട് കണ്ട സംഭവങ്ങളാണ്. ഞാൻ നേരിട്ട് മീൻസ് വീഡിയോയിൽ കണ്ട സംഭവങ്ങളാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ബംഗളൂട്ടിക്ക് ഒരു പടപ്പറ്റിയായിരുന്നു ആദ്യം. ആ ഒരു പ്ലാൻ അവിടെ നടക്കാത്തതുകൊണ്ട് ഇപ്പൊ ബംഗളൂട്ടിക്ക് വീർബന്ധിയായിരുന്നു. ആ ഒരു പ്ലാൻ നടക്കാത്തതുകൊണ്ട് അവസാനം ബംഗളൂട്ടിക്ക് ഒരു പോയിന്റ് നേടി കൊടുക്കുന്ന സംഭവം തന്നെയായിരുന്നു ഇതിന്റെ ഉള്ളുണ്ടായിരുന്നത്. പക്ഷെ ആ ജില്ലയെ തോൽപ്പിക്കുന്നതിന്റെ ഇടയിൽ കൂടെ നന്ദനയ്ക്ക് പോയിന്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം എനിക്ക് തോന്നുന്നില്ല. നന്ദന അവിടെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടെങ്കിൽ എനിക്കൊരു പോയിന്റ് നേടട്ടെ, ഞാൻ എങ്ങനെയെങ്കിലും പോയിന്റ് നേരട്ടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒറ്റ കളിച്ചിരിക്കാം. അല്ലാതെ ആങ്ങളെ സ്നേഹം ആങ്ങളെ പാസ് കാട്ടിട്ടല്ല ജയിക്കേണ്ടത്, സ്വന്തമായിട്ട് കളിച്ചിട്ടുണ്ടാക്കണം. ഓക്കെ. നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ വൈഫ് സായണ്ണന്റെ ഒന്ന് ആലോചിച്ച് നോക്കിയ സ്വന്തം യൂട്യൂബിൽ കൂടെ തന്നെ സ്വന്തം ഭാര്യ ഇരുന്ന് ട്രോളുന്നതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ. ഇതുപോലൊരു ഗതികെട്ടവൻ എനിക്ക് തോന്നി ഈ ലോകത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, പുള്ളി ഈ ഒരു ഷോയിൽ വന്നിട്ട് പുള്ളി ചെയ്ത് കൂട്ടിയതെല്ലാം കഴുകി കളയാൻ വേണ്ടി വന്നാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു പെങ്ങളുകുട്ടി കോമ്പയും കൊണ്ടുവന്നു. നിൻ്റെയൊക്കെ ഈ കോമ്പ കാരണം അതിൻ്റെ ജീവിതം ഇന്നത്തോടെ തീരുമെന്ന് എനിക്ക് തോന്നുന്നത്. മീൻസ് ആ ഷോയിലൂടെ ഇന്ന് അത് എവിറ്റ് ആവാനാണ് കൂടുതലും ചാൻസ്. കാരണം ചേട്ടൻ ബാവയുടെ അനിയൻ ബാവയുടെ ഒക്കെ സമ്പാദ്യം കാരണം ഒരു പോയിന്റ് കിട്ടി. അവിടെ ബാക്കിയുള്ളവരുടെ ഇതാണ് നശിപ്പിച്ചത്. ഓക്കെ, പിന്നെ അത് അവരുടെ ഗെയിം ഗ്രൂപ്പിസം എന്തെങ്കിലും ആകട്ടെ, അവരെന്തെങ്കിലും കാണിക്കണം. ജനങ്ങളിത് കാണുന്നുണ്ട്, അവരതിൻ്റെ പണിയും കൊടുത്തു നോക്കും. ഇതിപ്പം എനിക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ സിജോ ടോപ്പ് 5 വരാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. സിജോ ഒട്ടും ചാൻസ് കുറഞ്ഞു. സായിയൊക്കെ ചിലപ്പം ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ സായി ഉൾപ്പെടെ ആയിരിക്കും പോകുന്നത്. സായിയും നന്ദനയും ചിലപ്പോൾ അത് സിജോ ആവാം, ഒരു പിടുത്തം കിട്ടുന്നില്ല. ഈ ഒരു കോംബോ, ഇതുപോലൊരു വൃത്തിയിട്ട കോംബോ. ഓക്കെ, അവരെന്താ ഉദ്ദേശിച്ചത്, ചിലപ്പോൾ സ്നേഹം എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ രീതിയായിരിക്കാം. പക്ഷെ ആ ഒരു കോംബോ കാരണം അതിനകത്ത് എത്ര ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഇത് കാണുന്നത് നമുക്കും അറിയാം, എത്ര വെറുപ്പീര തന്നെ. ഞാനിന്ന് കണ്ടായിരുന്നു അർജുൻ വിഷയത്തിൽ തന്നെ ഒന്നും ചെയ്തില്ല, അവളെ നല്ലതായിരുന്നു. ഏതും പോരാത്ത ജിൻഡോന്റെ വിഷയത്തിലോ ജിൻഡു ചേട്ടാ കൈവിട് എന്നും പറഞ്ഞിങ്ങനെ ജിൻഡോ ഇങ്ങനെ കൈ വെച്ചിരിക്കുക. അവിടെ കയറി ഇരിക്കുന്നതിന് അവൻ്റെ വീട്ടാണോ? അപ്പോഴത്തേക്ക് സായി വന്നിട്ട് പുറത്തൂടെ പിടിക്കുന്നു, വലിച്ചിടുന്നു, എന്തൊക്കെയാ. എന്തായാലും ആ കോംബോ കാരണം ഇന്നിത് പോകും. പിന്നെ പണപ്പെട്ടിയുടെ കാര്യം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നന്ദന പോവുകയാണെങ്കിൽ നന്മമരം സായി അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ പണപ്പെട്ടി എടുത്തിട്ട് ചിലപ്പോൾ പെണ്ണിന് കൊടുക്കാനാ അനീതിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഓടി പോവായിരിക്കും. അങ്ങനെയും ചിലപ്പോൾ പുള്ളി ചെയ്യാൻ പഠിക്കത്തില്ല. ചിലപ്പോൾ രണ്ടും കൂടെ പോവുകയാണെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും. സിജു എന്തായാലും എടുക്കുമെന്ന് തോന്നില്ല. കാരണം പുള്ളി കപ്പ് പ്രതീക്ഷിച്ചായിരിക്കുന്നത്. കാരണം വന്ന സമയത്തിൻ്റെ 2ാമത്തെ ദിവസം പറഞ്ഞ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ നിന്ന് കളിച്ചാൽ മതി, എനിക്ക് കപ്പുറപ്പാന്ന് സിജു പറഞ്ഞു കഴിഞ്ഞതാണ്. അത് സിജുയുടെ തിരിച്ചു വരവ് സമയത്ത് നിങ്ങൾ ആ വീഡിയോ എനിക്കൊന്ന് 10-60ാമത്തെ എപ്പിസോഡിലങ്ങാണ്ട് അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ. പിന്നെ ഈ കോംബോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സായിയുടെ ഓൾറെഡി ആ ഒരു വീഡിയോ ഇട്ടായിരുന്നു, പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത്. കാരണം അതുപോലത്തെ കേസുകെട്ടുകൾ പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവും കാര്യങ്ങളും തോക്ക് വരെ കൊണ്ടു നടക്കുന്ന ടീമാണ് ആ സായി. ഇപ്പം ഇത്ര പെട്ടെന്ന് അല്ലെങ്കിൽ പുള്ളിക്ക് ആ ഷോയ്ക്കകത്ത് കരയാനോ പിടിക്കാനോ ഒരു കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല. ആ പട്ടികേസ് മാത്രമേ കണ്ടുള്ളായിരുന്നു. അതിനു മുമ്പ് ലാലേട്ടനോട് എനിക്ക് നല്ലൊരു മനുഷ്യനാവണം, പെട്ടെന്നൊരിത് എന്തെങ്കിലും ആട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും ചെയ്യാൻ മറക്കല്ലേ.